കോട്ടയത്തെ വെള്ളം നിറഞ്ഞ പാടശേഖരങ്ങൾ ഇന്ന് അതിമനോഹരമായ ഒരു ക്യാൻവാസാണ്. ഒരു പെയിന്റിംഗ് പോലെ ആമ്പൽ വസന്തം ഗംഭീരമായ ഫ്രെയിമുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. സുന്ദര കാഴ്ചകൾ തേടി അലയുന്നവർ ഇന്ന് അന്വേഷിച്ചെത്തുന്നത് കോട്ടയത്തെ കൊല്ലാട് പാടശേഖരങ്ങളിലേക്കാണ്. ഇനി പ്രകൃതി സമ്മാനിച്ച ആമ്പൽ വസന്തം കാണാം. മിഥുനും ടീമുമാണേ. പോയാലോ? പോകാം. വെണ്ണിലാചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. ചെറിയൊരു തിരുത്തുണ്ട്, പുന്നമടക്കായലല്ല, കൊല്ലാട് പാടശേഖരമാണ്. വീണ് കിടക്കുന്നതൊന്നും വെണ്ണിലാചന്ദനക്കിണ്ണവുമല്ല, നല്ല അസൽ ആമ്പൽപ്പൂക്കളാണ്. ആമ്പൽപ്പൂക്കളുടെ വസന്തം തിരികെ എത്തിയിരിക്കുകയാണ് കൊല്ലാട് പാടശേഖരത്തിൽ. കാഴ്ചകൾ അതിമനോഹരമാണ്. കഴിഞ്ഞ 4 വർഷത്തേക്കാൾ വളരെ കൂടുതലായിട്ടാണ് ഈ വർഷം ആമ്പൽ പൂത്തുലഞ്ഞിരിക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ കൊല്ലാട് കിഴക്കോറ എന്ന പ്രദേശത്താണ്. ഇവിടെ വരികയാണെങ്കിൽ കണ്ണിന് കുളിർമ മാത്രമല്ല, മനസ്സിനും ആനന്ദം ഉണ്ടാകുന്ന കാഴ്ചയാണ്. ഈ ആമ്പൽ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ മാത്രമേ ഇത് പൂത്തുലഞ്ഞേക്കുള്ളൂ. ഒരു പ്രകൃതിയുടെ ഒരു വരദാനം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് കൂടുതലായിട്ടുണ്ടാകുന്നത് ഈ പൂവിൻ്റെ മധ്യഭാഗത്ത് ഇതളുകൾക്കകത്ത് ഒരു പൂമ്പൊടിയുണ്ട്. ആ പൂമ്പൊടി അത് മൂത്ത് ഈ വെള്ളത്തെ വ്യാപിക്കും. അത് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വെള്ളത്തിനടിയിലേക്ക് ചെളിയിൽ ചെന്ന് വീഴും. അത് കിടക്കുന്ന അടുത്ത വർഷം വെള്ളം കയറുമ്പോഴത്തേക്കിനാണ് ഇത് വീണ്ടും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പൂവിൻ്റെ മാത്രം കാണാനല്ല, അല്ലാതെ പക്ഷികളുടെ ദേശാടന കിളികളുടെ കുറേ എടുക്കാനായിട്ട് കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആൾക്കാരിവിടെ വരാറുണ്ട്. ഈ ആമ്പൽ വസന്തം എന്ന് പറയുന്നത് ഇത് 5ാമത്തെ വർഷമാണ് ഇവിടെ വിരിയുന്നത്. അത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയേറെ വിസ്തൃതമായിട്ടുള്ള ഒരു ആമ്പൽ വസന്തം ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് മഴയൊക്കെ ഉള്ളപ്പോൾ. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ. ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ്. ഈ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നേരെ വരിക കൊല്ലാട് പാടശേഖരത്തിലേക്ക്. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്ക്കൊപ്പം ജനം.